ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് എങ്ങനെ സെയിൽസ് റിട്ടേൺ ചെയ്യാം, അല്ലെങ്കിൽ ഒരു കസ്റ്റമർ എക്സ്ചേഞ്ച് ചെയ്ത് മറ്റൊരു പ്രൊഡക്റ്റ് വാങ്ങിയാൽ അതെങ്ങനെ സോഫ്റ്റ്വെയറിൽ ആഡ് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പം അതിനായി ഫസ്റ്റ് നമ്മൾ സെയിൽ പാനലിൽ പോകുന്നു. സെയിൽ പാനലിൽ പോയിട്ട് ഒരു ബില്ല് ചെയ്യുക. അപ്പോൾ എൻ്റെ കസ്റ്റമറിൻ്റെ പേര് അനു. ഓക്കെ, പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുവാണ്. ദെൻ എഫോർട്ട് ബിൽ ചെയ്തു. ഓക്കെ, ഇതിന് ശേഷം ഈ കസ്റ്റമർ കുറച്ച് ഐറ്റം റിട്ടേൺ ചെയ്യാൻ വരുക. അപ്പോൾ റിട്ടേൺ ചെയ്യാൻ വരുമ്പോൾ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്യണം. ഡാഷ്ബോർഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഡാഷ്ബോർഡ് ഓപ്ഷൻ്റെ അകത്ത് ട്രാൻസാക്ഷൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുക. സെയിൽ റിട്ടേൺ. ഓക്കെ, സെയിൽസ് റിട്ടേൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾക്ക് ഏത് ബില്ലാണോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ടത് ആ ബില്ല് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ലാസ്റ്റ് ബില്ലാണ്, അത് സെലക്ട് ചെയ്ത് കൊടുത്ത് എന്തൊക്കെ ഐറ്റം ആണോ കസ്റ്റമർ റിട്ടേൺ ചെയ്ത ഐറ്റംസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ക്വാണ്ടിറ്റി കൊടുക്കുക, ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം ഇവിടെ പേയ്മെൻറ്റ് മോഡ് രേഖപ്പെടുത്തണം. ക്യാഷും ക്രെഡിറ്റും 2 പേയ്മെൻറ്റ് മോഡ് ഉണ്ടാവും. അപ്പം അതിൽ ഏത് പേയ്മെൻറ്റ്? ക്യാഷ് പേയ്മെൻറ്റ് മീൻസ് അപ്പോൾ തന്നെ ക്യാഷ് കൊടുത്തിട്ട് പുതിയ ബില്ല് സെറ്റിൽ ചെയ്യുക. ക്രെഡിറ്റ് നെക്സ്റ്റ് ബില്ലിൽ നമ്മൾ ഈ എമൗണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ ഏതാണോ നിങ്ങൾ യൂസ് ചെയ്യുന്ന പേയ്മെൻറ്റ് മോഡ് അതിവിടെ ചൂസ് ചെയ്യുക. ഞാനിപ്പോൾ ക്രെഡിറ്റ് ആണ് ചെയ്യുന്നത്. ക്രെഡിറ്റിൽ സെലക്ട് ചെയ്തു, സേവ് കൊടുത്തു. സക്സസ്ഫുള്ളി സേവ്ഡ്. അതിനുശേഷം ഈ റിട്ടേൺ നമ്പർ കോപ്പി ചെയ്യുവാണ്. ദെൻ ക്ലോസ് ചെയ്തു. വീണ്ടും സെയിൽ പാനലിൽ വന്നു. അനു കസ്റ്റമർ സെലക്ട് ചെയ്തു. കസ്റ്റമർ ചേഞ്ച് ചെയ്ത് മറ്റൊരു ഐറ്റം എടുക്കുക. ഓക്കെ, ഇതിൽ പേയ്മെൻറ്റ് ഓപ്ഷനിൽ പോവുക. ഓൾറെഡി റിട്ടേൺ ചെയ്തിരിക്കുന്നതുകൊണ്ട് കുറച്ച് ബാലൻസ് കൊടുക്കാനുണ്ട്. അപ്പോൾ ആ റിട്ടേൺ നമ്പർ നമ്മളിവിടെ റിട്ടേൺ നമ്പർ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ കസ്റ്റമറിൻ്റെ റിട്ടേൺ നമ്പർ ആഡ് ചെയ്യുവാണ്. പേസ്റ്റ് ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ 77 റുപ്പീസ് ആ റിട്ടേൺ എമൗണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം നമ്മൾ ക്രെഡിറ്റ് കസ്റ്റമർ ആ പേയ്മെൻറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുവാണ്. ദെൻ ഇതിൻ്റെ അകത്ത് ഈ 77 റുപ്പീസ് നമ്മൾ ആഡ് ചെയ്തു. റിമൈനിങ് 59 ആണുള്ളത്. കസ്റ്റമർക്ക് റിമൈനിങ് 59 പേ ചെയ്താൽ മതി. റിമൈനിങ് 59 കസ്റ്റമർ ഏത് പേയ്മെൻറ്റ് മോഡിലാണോ ചെയ്യുന്നത്, ക്യാഷ് ആണോ, ക്രെഡിറ്റ് കാർഡാണോ, ഫോൺ പേ ആണോ, ഏതാണോ പേയ്മെൻറ്റ് മോഡ് അത് നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ആഡ് കൊടുക്കുക, സെയിൽ കൊടുക്കുക. സെയിൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് റിട്ടേൺ ആയിട്ട് പുതിയ ഐറ്റം നമ്മൾ കസ്റ്റമർക്ക് കൊടുത്തു. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി ക്യാഷ് മോഡാണ് ഇവിടെ റിട്ടേണിൽ നമ്മൾ സെലക്ട് ചെയ്തത്. നിങ്ങൾ സെയിൽ റിട്ടേൺ എടുത്തപ്പോൾ ഇവിടെ പേയ്മെൻറ്റ് മോഡ് ക്യാഷ് ആണ് സെലക്ട് ചെയ്തെങ്കിൽ വേറെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് പുതിയ ബില്ല് ടൈപ്പ് ചെയ്ത് പുതിയ ഐറ്റം എന്താണോ വാങ്ങി അത് സെലക്ട് ചെയ്ത് കസ്റ്റമർക്ക് കൊടുത്താൽ മതി. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.